LDFുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുകയാണെന്ന് PV അൻവർ MLA സ്ഥാനം രാജിവെക്കില്ല. നാട്ടുകാർ തന്നതാണ് ഈ സ്ഥാനം. LDF പാർലമെൻ്ററി പാർട്ടിയിൽ ഇനി പങ്കെടുക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഞായറാഴ്ച നിലമ്പൂരിൽ പൊതുസമ്മേളനം വിളിച്ച് എല്ലാം പറയും. മുഖ്യമന്ത്രി മരുമകനെ മാത്രമേ കാണുന്നുള്ളൂ. കുടുംബത്തെ സംരക്ഷിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. CPM കേന്ദ്ര നേതൃത്വത്തോട് പരാതി പറയുമോ എന്ന ചോദ്യത്തിന് കേരളവും കേന്ദ്രവുമെല്ലാം ഒന്നല്ലേ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. BJPക്ക് സീറ്റ് കൊടുത്തത് കേന്ദ്ര സർക്കാരുമായി അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത് ആരാണോ അവരാണ് പൂരം കലക്കിയതെന്ന് അൻവർ പറഞ്ഞു. ആ വ്യക്തിയാകും പൂരം കലക്കാൻ ADGPക്ക് നിർദ്ദേശം നൽകിയത്. ആ വ്യക്തി ആരാണെന്ന് തനിക്കറിയില്ല. BJPയെ കുറ്റം പറയാനാകില്ല. ഫൈൻ പ്ലേയാണ് അവർ കളിച്ചത്. അതിന് സൗകര്യമുണ്ടാക്കി കൊടുത്തത് ആരാണെന്ന് കണ്ടുപിടിക്കണം. കോടിയേരി സഖാവ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ മൈക്കുമായി എനിക്ക് ഇരിക്കേണ്ടി വരില്ലായിരുന്നു. കേരളം മുഴുവൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും അമേരിക്കയിൽ പോകാൻ വേണ്ടി കോടിയേരിയുടെ സംസ്കാരം നേരത്തെ നടത്തിയെന്ന് വിഷമത്തോടെ ഒരു സഖാവ് പറഞ്ഞു. മുഖ്യമന്ത്രി എന്നെ വഞ്ചിച്ചു. കൊടും ചതിയാണ് നടത്തിയത്. എന്നെ കള്ളനാക്കി പേടിപ്പിക്കാൻ നോക്കി. തൃശ്ശൂരിലെ പ്രസംഗം നിങ്ങൾ കേട്ടില്ലേ എന്നും അദ്ദേഹം പറഞ്ഞു. ഗോവിന്ദൻ മാഷ്ക്ക് പോലും നിവർത്തികേടാണ്. CPM പ്രവർത്തകരെ പോലീസ് വേട്ടയാടുകയാണ്. രാഷ്ട്രീയ നേതൃത്വം എല്ലാം കേരളത്തിൽ ഒറ്റക്കെട്ടാണെന്നും അൻവർ പറഞ്ഞു. അതാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളം നേരിടുന്ന ഭീഷണി. 8 കൊല്ലത്തെ LDF ഭരണത്തിൻ്റെ സംഭാവന പൊതുപ്രവർത്തകർക്ക് കൂച്ചുവിലങ്ങിട്ടു. മുഖ്യമന്ത്രി പൊതുപ്രവർത്തകർക്ക് കൂച്ചുവിലങ്ങിട്ടു. ഉദ്യോഗസ്ഥ മേധാവിത്വമാണ് സർക്കാർ സംഭാവനയെന്നും അദ്ദേഹം പറഞ്ഞു.